ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് റയാൻ റോക്സിൻ്റെ ഒപ്പമാണ് ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് CS ക്രിസ് ഉണ്ട്. ഓൻ്റെ ഒപ്പം നമുക്കൊരു ഗൺ ചാലഞ്ച് ചെയ്യണം ഗൈസ്. ഓൻ പറഞ്ഞു നിന്ന് നമുക്ക് വീട്ടിൽ ഗൺ ചാലഞ്ചിൻ്റെ അതൊക്കെ ചെയ്യണമെന്ന്. എന്തായാലും നമുക്ക് ഇവൻ്റെ ഇപ്പോൾ ഒരു 1v1 എടുക്കാം. അപ്പോൾ ഇതാണ് കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ഓൺലി 1 ടാപ്പാണ് ഇതാണ്. റെഡി അമർത്തടാ. ഓ, എൻ്റെ ഡൗൺലോഡ് അല്ല, 1v1 ആടാ. ചാനൽ ഓൻ്റെ ചാനലിൻ്റെ പേരാണ് റയാൻ റോക്സ്. പറഞ്ഞെടുക്ക റയാനെ. എത്രയായി എൻ്റെ എത്ര ഇടാം? ഓക്കെ, എൻ്റെ ഗിൽഡിൻ്റെ ലെവൽ 5 ആയി. ഓക്കെ, ലെഫ്റ്റ് അടിച്ചാൽ ഗ്രൂപ്പ് ലെഫ്റ്റ് അടിക്കും. സലോനൊന്നും കൂടി ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയാ? ഓക്കെ, നീ ഡൗൺലോഡ് ആയിട്ട് വാ. ഓ പോയി, എന്തായാലും ഡൗൺലോഡ് ആയിട്ട് വിളിക്കും. ഡൗൺലോഡ് ആയില്ല. ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ നമ്മുടെ ഈ ഒരു നാരുട്ടോ ഷിപ്പോടിത്തെ ആ ഒരു നൈഫില്ലേ, ആ നൈഫ് നമ്മുടെ ഫ്രീ ഫയറിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലൈം ചെയ്യണം. ഫ്രീ ആയിട്ട് കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ കളിക്കൊക്കെ ഒരു BR വിളിക്കണം. BR CS ലോൺ ഉൾഫ് അതൊക്കെ ഒരു 5 തവണ വിളിക്കണം. പിന്നെ അതായത് വേറെ ഇതും നമുക്കത് ഇവിടെ ഇതും വന്നിക്കണം. ഇത് പുതിയതായിട്ട് വന്നൊരു ടൈറ്റിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വെറുതെയിട്ടൊന്നും വേസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് അത് നമ്മൾ എടുക്കും. പിന്നെ ഗൈസ്, ഗുവാളുടെ സ്കിന്ന് ഇതൊന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. പക്ഷെ ഒരു മനുഷ്യൻ്റെ കുട്ടി വരുന്നടാ, എന്നെ വിളിച്ചാൽ വരില്ല ഉറപ്പാണ്. ഓനക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും. എൻ്റെ വിളിക്കാനൊന്നും നോക്കാം, വിളിച്ചു വെച്ചാൽ അവിടെ. ഓക്കെ, റെഡി ആയാ? ആയാ? ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ ഗായ്സ്, വെൽക്കം ബിലാൽ, ബെസ്റ്റ് ഓഫ് ഗെയിമർ. അതെ. അപ്പോൾ ഗൈസ്, എല്ലാവരും റയാൻ റോക്സിൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും നേരെ കളിലേക്ക് പോവാം. റെഡി, സ്റ്റാർട്ട്. ഓക്കെ നമ്മുടെ മെയിൻ ഗൺസുകളാണ് നമ്മൾ എടുക്കണേ ഗായ്സ്. എന്താണെന്ന് അറിയില്ല, അവന് നല്ല പ്ലെയറൊക്കെ തന്നെയാണ്. അവനെ ചിലപ്പോൾ പൊട്ടുകയോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റൂല ഗൈസ്. അവൻ അടിച്ചാൽ ചിലപ്പോൾ അടിച്ച പോലെ തന്നെ ഇരിക്കും. നമ്മളെല്ലാത്തിനും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മൾ അവനെ തീർത്തിരിക്കുകയാണ്. നമുക്ക് ഗുവാളും എടുത്തേക്കാം. ഫസ്റ്റ് അടി എന്തോ ഭാഗ്യത്തിന് കയറിയതാണ്. ഞാൻ അവനെ അടിക്കാൻ സമ്മതിച്ചിട്ടില്ല. മൈക്കോണൊക്കെയുള്ള മാത്രമാണ്. ഗണ്ണെടുക്കായിരിക്കും. വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വാടാ, നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇട്ട് കളിക്കാം. ഓക്കെ, കഴിഞ്ഞു. ഇല്ലടാ, അല്ല ഫസ്റ്റ് ഷോക്കിൽ തന്നെ നമ്മളങ്ങനെ തീർത്ത് കഴിച്ചു അവനെ. പക്ഷെ അവൻ റിവെഞ്ച് എടുക്കുമെന്ന് അറിയില്ല. ഓനെ അടിക്കാൻ പോയപ്പോഴേക്ക് ഞാൻ അടിച്ചിട്ടതാണ്. ഓൻ റിവെഞ്ച് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് കളിക്കാം. ഇവനെന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ആയത്? എന്നാലും ഓനക്ക് ഇങ്ങനെ പവർ യൂസ് ചെയ്യാൻ പറ്റണം. എനിക്ക് എൻ്റെ ക്യാരക്ടർ സ്കില്ലൊന്നും യൂസ് ചെയ്യാൻ പറ്റുള്ളല്ലോ.
അവിടെ ഗുവാളിങ്ങനെ ഇട്ട് ഒരു തവണയും കൂടിയാണ്ട് ഇട്ടോണ്ടിരിക്കി. ഈ അതിനൊന്നും ഒരാവശ്യമില്ല. എനിക്ക് കൊടുത്തിട്ടില്ല. അമ്മച്ചിയെ കൊണ്ട് എൻ്റെ അമ്മച്ചിയെ റിവെഞ്ച് എടുത്ത് ഗൈസ്. കറിയായിരുന്നു കിട്ടുന്നറിയായിരുന്നു ഗൈസ്. അങ്ങനെ കൊടുത്ത് നമ്മൾ ഗൈസ്. ഫൈനലി വി ഗോട്ട് ഇറ്റ്. കൂടുതൽ ഇങ്ങോട്ടൊന്നും ഇടണ്ട ഗൈസ്. ഇപ്പം എത്ര 2:01 സമയം ഗൈസ്. ഇനി തിരിച്ചും വീണ്ടും റിവെഞ്ച് എടുക്കുക അറിയില്ല ഗൈസ്. അതോനെ അറിയാം. കൈ തട്ടി കയറ്റിയൊന്നും അല്ല കേട്ടോ. ഓനും നല്ല മാറ്റാ പഠിക്കും. എനിക്കറിയാവാനും ഇല്ല. അത് ഞാൻ വെച്ച വെടി ആകാശത്ത് കയറി ഗൈസ്. മിക്കവാറും അവനത് അറിയാണ്ട് കയറ്റിയതാവും ഇവൻ ഫസ്റ്റ് റൗണ്ട് എടുത്ത്. കാരണം അവൻ്റെ കളി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നമുക്ക് ഡെസേർട്ട് എടുത്ത് ഇങ്ങനെ കുത്തിപ്പിടിക്കണു. അതന്നെ ഓൻ്റെ വേറെ ആരെങ്കിലും ആണ് കളിക്കണം അറിയില്ല. നമുക്കെന്തായാലും അവൻ്റെ ചാനൽ കണ്ടാലും മനസ്സിലാവുള്ളൂ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പ്രാങ്ക് ചെയ്യാണെന്ന് അറിയില്ല. പറ്റെങ്കിൽ ഗുവാണ്ട് പുറത്ത് പോടാ. അവിടെ വണ്ടി ഇത് കുറവ് കൊടുത്തല്ല. കുറവല്ല കൊടുക്ക. എനിക്ക് ഡിസ്റ്റൻസ് എടുക്കണം. അവൻ്റെ അടുത്തൊന്ന് അയ്യോ എൻ്റെ ഈ ഒരു മറ്റാരും മാപ്പിൻ്റെ ചിഹ്നമുള്ള സാധനം പെട്ടെന്ന് മുമ്പിലേക്ക് ചാടിയടാ. എൻ്റെ കൊച്ചിന് കുറേ നേരം വേണ്ടി കുത്തിപ്പിടി പക്കൻ്റെ ഫുള്ളാക്കി തല പടച്ചോനെ. കേട്ടു നേരത്തെ നല്ല കളിക്കാൻ 3 കളി നല്ല പോലെ കയറിയതാടാ. കയറാത്ത 20 ലാസ്റ്റ് അങ്ങനെ കയറ്റി. ഓക്കെ ഗൈസ്. അങ്ങനെ ഫൈനലി ഓക്കെ വീണ്ടും പുറത്തേക്ക് വരട്ടെ. ഞാനാഴ്ചവനടിക്കൊന്നുമില്ല. ഒന്നും പുറത്തേക്ക് വരട്ടെ. അത് ഞാൻ കയറിച്ചൊന്നടിച്ചു. ഞാൻ ഗണ്ണെടുത്തോണ്ടിരിക്കാൻ ടൈമിൽ അടിച്ചു. അങ്ങനെ പറയാം. ക്ലാസ്സിൽ ചെന്ന് ഞാനും അവനൊക്കെ ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. ഞങ്ങളൊന്നല്ല. എനിക്കിപ്പോൾ CS ക്രിസും ഇവനും ഞാനും ഞങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാവരും ഒരു ക്ലാസ്സിലാണ്. ഞങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു യൂട്യൂബിൻ്റെ പരിപാടി തുടങ്ങിയത്. യൂട്യൂബ് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തന്നെ കണ്ടൻറ്റുകളൊക്കെ ഉറപ്പിക്കും. ഇന്നെന്ത് കണ്ടൻറ്റ് ചെയ്യുക അങ്ങനെ. പിന്നെ ഞാനും സജാദും ചേർന്നിട്ട് ചാലഞ്ച് ചെയ്യുന്നു. എന്നുവെച്ചാൽ ടീമപ്പ് ചെയ്ത് അതിനകത്ത് ഓനക്ക് എന്തോ എടുക്കണ്ടാവും അല്ല. ഓക്കെ എനിക്ക് പരിപാടി മനസ്സിലായി ഗൈസ്. ഓൺ ചെയ്യുമ്പോൾ ഒന്നൊക്കെ അറിയാം. പക്ഷെ വിട്ടുപിടിക്കണം. എനിക്കറിയായിരുന്നു 100 അല്ല 110% ഉറപ്പായിരുന്നു. കണ്ട ഇങ്ങോട്ടിടാം. കൊടുക്ക. ഇനി ക്ഷമയില്ല. ക്ഷമ എന്ന് പറയുന്ന ഒരു വാക്കില്ല. അല്ല ബൈ. ഇനി ക്ഷമ എന്ന് പറയുന്ന ഒരു വാക്കില്ല. എനിക്കറിയായിരുന്നു അവൻ അടിക്കുന്ന ഓർഡർ അറിയായിരുന്നു ഗൈസ്. ഞാൻ ആദ്യം തന്നെ കണ്ടുവെച്ച്.
സ്റ്റാച്ചയിൽ നിന്നിട്ടുണ്ടല്ലോ. അയ്യോ സ്റ്റാച്ചയിൽ നിന്നതായിരുന്നു. നിന്നാ പിന്നെ ആർക്കും നല്ല സുഖമായിട്ട് അടിക്കാം. പക്ഷെ ഞാൻ എയിം ചെയ്തിട്ടല്ല അടിച്ച, ഡയറക്റ്റ് ഒന്ന് വേണ്ട പഠിച്ച. ഓക്കെ മനസ്സിലായി ഗൈസ്. വിട്ടെടുക്ക അല്ലെങ്കിൽ ഓൻ നിർത്തൂല. ഈ സിറ്റപ്പ് ഓൻ നിർത്തൂല. 100% ഉറപ്പാ. ഇവ നിർത്തൂല. ഓക്കെ വെടിവെക്കടാ, വെച്ചോ ഗൈസ്. എനിക്കറിയാം ഗൈസ്, ഓൻ മൈക്ക് ഓഫാക്കിയിട്ട് തന്നെ കളിക്കാണ് ഗൈസ്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ലോബിൽ ചെയ്യുന്ന ടൈമിൽ ഓൻ്റെ സൗണ്ട് കേട്ടില്ലേ? അത് ഓൻ്റെ സൗണ്ട് അല്ല ഗൈസ്. ഓൻ്റെ സൗണ്ട് അങ്ങനെയല്ല, എന്തോ ഒരു പരിപാടി. അല്ല അടിക്കുന്നുള്ളല്ല, ഞാൻ നിന്നെടുത്താല. ഹലോ അറിയോ? ഇതെന്താ ലൂട്ടാ? എന്തെങ്കിലും ലൂട്ട് കയറിയല്ലോ. ഓക്കെ നന്നായിരിക്കാം. അവനടിക്കാണ് ഗൈസ്. അടിക്കടാ, അല്ലെങ്കിൽ ഞാൻ അടിക്കട്ടാ. ഓക്കെ അടിക്കടാ, നിന്ന് അടിക്കണം ഗൈസ്. അടിക്കുന്നുണ്ടെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പം അടിക്കേ. അടിക്കാൻ വേണ്ടി കളിക്കാം. ഞാൻ അടിക്കന്നെ കൊണ്ട് വയ്യ. കുറേ നേരമായി ചോർക്കണേ. ഞാൻ അടിക്കും. ഓക്കെ സിറ്റപ്പ്. ഇവൻ എന്തിൻ്റെ കാടാ അറിയാത്തോണ്ട് ചോദിക്കും. ഇനി വിട്ടുകൊടുക്കണോ എനിക്ക്? ഒരു കളിയും കൂടി എടുത്താൽ മതി. അടച്ചോനെ, ഇതെനിക്കറിയാം. ലാസ്റ്റ് അവൻ സിറ്റപ്പ് അടിച്ചോ. അടിച്ചോ. ഓക്കെ ഇനി എല്ലാം തീർന്നു. കൊടുക്കാം. ഒന്നായിട്ടുള്ള പരിപ്പോടെ പാർസലുണ്ട്. ഇപ്പം തരാം. ഇപ്പം സ്റ്റോക്ക് വന്നു. മനസ്സിലായി ഗൈസ്. സൂം ചെയ്ത് അടിക്കുന്നു. ഓക്കെ ശാന്തന്നല്ലോ. സൂം ചെയ്ത് ഡ്രാഗ് ചെയ്തോണ്ട് അടിച്ചതാ. ഓക്കെ എന്തൊക്കെയാ പറയണമെന്നൊന്ന് പറയാം. എടാ മൈക്കോണക്കടാ, എന്താ ഒന്നും സംസാരിക്കാനില്ലേ? എങ്ങനെ ഇരിക്കണിപ്പോ? ഒന്നും കൂടിയാ? ഓക്കെ മോനെ. പക്ഷെ ഇനി ടീമപ്പ് ഇല്ല കേട്ടോ. അതിന് ടീമപ്പ് ഞാൻ അടിക്കും പറഞ്ഞ അടിക്കും. എൻ്റെ കള്ള പരിപാടിക്ക് മനസ്സിലായി. അല്ല പിന്നെ എന്തായാലും യൂട്യൂബിലിടയില്ല. നേരത്തെ എടുത്ത വീഡിയോ യൂട്യൂബിലിടാനുള്ള ചാൻസ് എല്ലാം കുറവാണ്. അങ്ങനെ യൂട്യൂബിലിടൂല, അത് നല്ല ചാൻസ് കുറവാണ് ഗൈസ്. ഓക്കെ അല്ലാതെ കൊണ്ട് എടുത്ത് നമുക്ക് ഗൺ ചാലഞ്ച് ചെയ്താലോ? ഓക്കെ ഒരു ഗണ്ണ് മാത്രം വെച്ചിട്ട് അവനടിക്കാം. വെച്ചിട്ടടക്കം വെച്ചിട്ട് പിന്നെ അടിക്കാമെന്ന് അറിയാം. അപ്പോൾ ഈ എൻ്റെ റെക്കോർഡർ സെറ്റാക്കട്ടോ. ഓക്കെ സെറ്റാക്കാം. വെറും ഡെസേർട്ട് വെച്ചിട്ട് ഞാൻ എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ എല്ലാം ക്ലിയറാണ്. ഓക്കെ ഡെസേർട്ട് വെച്ചിട്ട് മാത്രമാണ് കളിക്കണം. ഒരു ഗൂവാൾ പോലും എടുക്കില്ല. കുത്തിപ്പിടി തുടങ്ങി. അവൻ്റെ കുത്തിപ്പിടി തുടങ്ങി. ഓക്കെ ഞാൻ ചത്തിട്ടാണ്.
ഓൻ ചത്തിട്ട് രണ്ടാൾക്കൊന്നാ ഡേ ഞാൻ ഓനല്ലടാ ഫസ്റ്റ് ചത്ത അവൻ കുത്തിപ്പിടി എടുത്ത് അതാണ് ഉണ്ടായ കുത്തിപ്പിടി വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ഓക്കെ അവൻ്റെ വരുന്നുണ്ട് നമ്മുടെ ഐറ്റം നമ്മൾ എടുക്കുക അപ്പോൾ ഓനാണ് നിന്നിട്ട് എന്നെ സൂം ചെയ്ത് എയിം ചെയ്തിട്ട് നോക്കും അതിൻ്റെ ഒന്നും ഒരാവശ്യം വന്നില്ല റിമോട്ടിട് അവനെ വീർപ്പിച്ചെടുത്ത് അല്ല പിന്നെ റീമാച്ച് വിളിച്ചതാണ് നാളെ കിടുന്ന അടുത്തത് ഇത് വരിക സ്പോണാവുക ചാവുക ഓക്കെ മൂടി ഓക്കെ പെട്ടെന്ന് റീസ്പോണാവും അടിക്കുന്നു ഗൈസ് ഇത് സിമ്പിളാ നല്ല സിമ്പിളാ ഗൈസ് ഇല്ല അതിനൊമ്മ അടിച്ച് ഗൈസ് ഇവനെ കൂട്ടിലിട്ട് വെച്ച് ഗണ്ണൊക്കെ എടുത്ത് സെറ്റായിട്ടാ അല്ലെങ്കിൽ വേണ്ട ഇങ്ങനത്തെ ലാസ്റ്റ് കളിയല്ലേ ഓൻ ഓപ്പണി വെച്ച് പോട്ടെ തുടങ്ങി ഗൈസ് ആവും വീണ്ടും റീമാച്ചിന് വിളിക്കും 100% ഉറപ്പാ ഇത് ലാസ്റ്റ് ഓൺ ജയിക്കാൻ ഞാനോക്ക് വിട്ടെടുക്കണ വരെ വരും ഗൈസ് ഓക്കെ ഗൈസ് അവനെന്തായാലും നാണം കെട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാം കേക്ക് അവൻ വീണ്ടും വിളിക്കണ്ട അവൻ്റെ വർത്താനൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്താ ഇനി വരാ പക്ഷെ എൻ്റെ വീഡിയോ ലെങ്ത് കൂടിപ്പോയി എന്തായാലും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യട്ടെ അപ്പോൾ ഗൈസ് അതുവരെ ഞാൻ അടുത്തൊരു വീഡിയോ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ